കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഒബ്ജക്റ്റിനെ കുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒബ്ജക്റ്റിൽ നമ്മൾ ഇതുപോലെ പ്രോപ്പർട്ടീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റിൽ ശരിക്കും പ്രോപ്പർട്ടീസ് മാത്രമല്ല, ഒബ്ജക്റ്റിനുള്ളിൽ നമുക്ക് ഫംഗ്ഷനെയും എംബഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസിനെ ഒരു ഒബ്ജക്റ്റിനുള്ളിൽ എംബഡ് ചെയ്തൊക്കെയാണ്, എല്ലാം കൂടെ ഒന്നിനുള്ളിൽ ഉൾക്കൊള്ളിച്ച് കണ്ടെയ്ൻ ചെയ്തൊക്കെയാണ്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇപ്പോൾ ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് വേണ്ടിയുള്ള ഫംഗ്ഷനും ഇതേപോലെ എനിക്ക് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ ഗ്രീറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് സാധാരണ നമ്മൾ കീ വാല്യൂ പെയർ ആയിട്ടാണ്, കീയും വാല്യൂവും അല്ലേ. അതേപോലെ തന്നെയാണ് ഫംഗ്ഷൻ ആണെങ്കിലും. ജാവാസ്ക്രിപ്റ്റിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രൈമറി ഡാറ്റ ടൈപ്പ് പോലെ തന്നെയാണുള്ളത് അല്ല. അപ്പം ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഫംഗ്ഷൻ എന്നുള്ളത് കീവേഡ് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ആൾറെഡി നമുക്കൊരു കീ ഉണ്ടായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫംഗ്ഷൻ്റെ നെയിം സ്കിപ്പ് ചെയ്യാം, ഒഴിവാക്കാൻ പറ്റും. എന്നിട്ട് എനിക്കിവിടെ ബാക്കിയെല്ലാം സെയിം തന്നെ. എനിക്കിവിടെ പാരാമീറ്റർ വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ നോർമൽ ഫംഗ്ഷൻ നമ്മൾ എഴുതുന്ന പോലെ തന്നെയാണ്. നമുക്ക് ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും ഉണ്ട്. അതിനുള്ള ഇൻപുട്ട് പാരാമീറ്ററും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റും. ഓക്കെ. എന്നിട്ട് ഇവിടെ എനിക്ക് വേണ്ടത് ഈ ഒരു ഫംഗ്ഷൻ ഉള്ളത് എവിടെയാണുള്ളത്, ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലുള്ള ഇയാൾ നെയിം വെച്ചിട്ട് ഇയാൾ ഗ്രീറ്റ് ചെയ്യണം. ഓക്കെ. ഞാൻ തൽക്കാലം console.log എന്നുള്ളത് കൊടുക്കുന്നു. എന്നിട്ട് ഹലോ സ്ട്രിങ് വെച്ചിട്ട് എന്ത് ചെയ്യണം, എനിക്ക് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലാണ് അല്ലേ. അപ്പോൾ അതേ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലുള്ള ഏത് പ്രോപ്പർട്ടിനെ വേണമെങ്കിലും എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. പുറത്തുനിന്നുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളങ്ങനെ ആക്സസ് ചെയ്യുന്ന സമയത്ത് S1 ഡോട്ട് എന്ന് പറഞ്ഞാൽ വിളിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ നിൽക്കുന്നത് വീടിൻ്റെ ഉള്ളിലെ റൂമിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണ്ട, പുറത്തുനിന്ന് വന്ന് വീടിൻ്റെ പേര് പറഞ്ഞിട്ട് വിളിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം എനിക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് വീടിൻ്റെ ഉള്ളിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ ദിസ് ഡോട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ പ്രോപ്പർട്ടിയും എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ദിസ് ഡോട്ട് നെയിം ഹലോ പ്ലസ് ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇതിനെ ഈ ഒരു ഫംഗ്ഷനെ ഞാൻ എക്സിക്യൂട്ട് ചെയ്യാണ്. ഞാൻ console.log എന്ന് പറഞ്ഞിട്ട് S1 ഡോട്ട് ഗ്രീറ്റ് എന്നുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിനെ കോൾ ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ടും ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും വേണം. ഓക്കെ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഹലോ അരുൺ. അപ്പോൾ അരുൺ എന്നുള്ള നെയിം ഇവിടെ ഇതിന് ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് ഇതിനെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞുകൊണ്ടുവന്നത് ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നതിന് പ്രോപ്പർട്ടീസ് മാത്രമല്ല, അതിന് നമുക്ക് ഫംഗ്ഷനും ഇതേപോലെ കൊടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഫംഗ്ഷനെ വിളിക്കുന്നത്, ഫംഗ്ഷനുള്ളിൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യത ഉള്ളത് നമുക്ക് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. പ്രോപ്പർട്ടീസ് നമുക്കറിയാം, അതിന് ആദ്യം ഒരു കീ ഉണ്ടാവും, പിന്നെ അതിനൊരു ഫുൾ കോളൻ നമ്മൾ ഉപയോഗിക്കും, എന്നിട്ട് നമ്മൾ അതിനൊരു വാല്യൂ കൊടുക്കും അല്ലേ. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ഒബ്ജക്റ്റിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, മെത്തേഡ്സ് ഫങ്ഷൻസ് കൊടുക്കാൻ പറ്റും. ഈ ഫങ്ഷൻസിന് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലുള്ള ഫങ്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെത്തേഡ്സ്. സംഭവം തന്നെയാണ്, വേറെ പേരിൽ വിളിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഒരു ഒബ്ജക്റ്റിനുള്ളിലുള്ള ഫംഗ്ഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റിൻ്റെ മെത്തേഡ്സ് എന്നുള്ളത് വിളിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രോപ്പർട്ടിയും ആവാം, ഫങ്ഷൻസും ആവാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കൺസോൾ എന്ന് പറഞ്ഞില്ലേ, ഈ കൺസോൾ എന്ന് പറയുന്നത് ശരിക്കും ബേസിക്കലി ഒരു ഒബ്ജക്റ്റാണ്. ആ ഒബ്ജക്റ്റിനുള്ളിൽ നമുക്ക് അവർ കൊടുത്തിട്ടുള്ള ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുത്തിട്ടുള്ള ഫംഗ്ഷനാണ് ഈ ലോഗ്, അതേപോലെ വാണ്, എറർ എന്നെല്ലാം പറയുന്നത് അതിൽ വരുന്ന ഫങ്ഷൻസ് ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലുള്ള ഈ ലോഗ് എന്നുള്ളതിൻ്റെ ഈ ഫങ്ഷൻസിനെ ഈ ഒരു ക്യൂബിൻ്റെ സിമ്പിൾ വെച്ചിട്ട് കാണുന്നത് ഫങ്ഷൻസിനെയാണ്. അപ്പോൾ നമുക്കിവിടെ ഞാൻ ഈ S1 ഡോട്ട് നമുക്കിവിടെ നേരത്തെ നമ്മൾ കാണിച്ച എക്സാമ്പിൾ S1 ഡോട്ട് ഗ്രീറ്റ് എന്നുള്ളത് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ console.log ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു console.logൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ S1 ഡോട്ട് ഗ്രീറ്റ് എന്നുള്ളത് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു ഫംഗ്ഷനെ വിളിക്കും, അതിനുള്ളിൽ നിന്ന് ഹലോ എന്നിട്ട് ഫംഗ്ഷനെ വിളിക്കും. ഓക്കെ. അതിനെ console.logക്ക് പാസ് ചെയ്യും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഹലോ ആരോ എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ. അപ്പം നമ്മൾ ഇതേപോലെ തന്നെയാണ് ശരിക്കും നമ്മളിവിടെ ഈ console.log എന്ന് പറയുന്നത് വിളിക്കുന്നത്. കൺസോൾ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലുള്ള ഒരു ഫംഗ്ഷനാണ് console.log. ഓക്കെ.
ഇവിടെ ഈ ഡോട്ട് ലോഗ് എന്ന് വിളിക്കുന്ന സമയത്ത് എനിക്കറിയാം ഇതെല്ലാം ഫംഗ്ഷൻസ് ആണ്, ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ആണ് കൺസോൾ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലുള്ള. അപ്പോൾ നമുക്കിവിടെ ഈ S1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് ഇതേപോലെ നമ്മൾ പിന്നെ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഗ്രീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിമ്പിളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫങ്ഷൻസ് പറയുന്നത്. അപ്പം ഈ കൺസോളും അതേപോലെ ഇതല്ലാതെ നമുക്ക് കിട്ടുന്ന ബിൽട്ടിനായിട്ട് കിട്ടുന്ന കൺസോൾ ബിൽട്ടിനായിട്ട് കിട്ടുന്നതാണ്. അതേപോലെ നമുക്ക് കിട്ടുന്ന വേറൊരു ഫംഗ്ഷനാണ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ കുറിച്ചാണ്.